ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് നല്ല സന്തോഷത്തിലാണ്. എന്നും സന്തോഷത്തിലാണ്, ഇന്നൊരു സ്പെഷ്യൽ സന്തോഷമാണ്. എനിക്കൊരു സർപ്രൈസ് ഗസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ ജോലികളെല്ലാം പെട്ടെന്ന് തീർത്തേക്കാന്ന് ഞാൻ കരുതി. പെട്ടെന്ന് തന്നെ ഞാൻ ന്യൂസ് പേപ്പറൊക്കെ എടുത്തിട്ട് അടുക്കളയിലോട്ടാണ് പോയത്. ആദ്യമേ ചിക്കനിലോട്ടാണ് ഞാൻ കൈവച്ചത്. പെട്ടെന്ന് തന്നെ ചിക്കനൊക്കെ ഞാൻ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. എന്നതെല്ലാം ഒന്ന് ഐസൊക്കെ മാറ്റി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വയ്ക്കുകയാണ്. ഞാൻ കുറച്ച് കറി വയ്ക്കാനും കുറച്ച് ഫ്രൈ ചെയ്യാനും കൂടെ പ്രത്യേകം മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഫ്രൈ ചെയ്യുന്നതെല്ലാം പൊടികളൊക്കെ ഇട്ട്, ഞാൻ റെസിപ്പീസ് ഒന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയാമല്ലോ. ചിക്കൻ ഫ്രൈ ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർത്ത് വെച്ച് ഞാനത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാൻ പോവാം. ഞാൻ പക്ഷേ നിങ്ങളോട് ഗസ്റ്റ് ആരാണെന്ന് പറഞ്ഞില്ലല്ലേ? ഞാൻ മറന്നതല്ല, ഞാൻ വിചാരിച്ചു വഴിയേ പറയാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം ചെയ്യുന്ന ഇടയിൽ ഇതെല്ലാം പറയാമല്ലോ. അപ്പം ഞാനിതെല്ലാം ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കുന്ന ഇടയ്ക്ക് ഞാനിതെല്ലാം പറയാം. ഗസ്റ്റ് എൻ്റെ ഞാനൊരു സ്കൂൾ ടീച്ചറാണെന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ. സ്കൂളിലെ കുട്ടികളാണ്. അവർ എത്ര പേര് വരും, 2 പേര് വരുമോ 3 പേര് വരുമോ എന്ന് എനിക്ക് കൺഫേം അല്ല. എത്ര പേര് വരുമെന്ന് അറിയത്തില്ല. മിനിമം 2 3 പേര് കാണുമായിരിക്കും. കഴിഞ്ഞ വർഷം അവർ 6ാം ക്ലാസ്സിലാണ്. ഈ വർഷം അവർ ജയിച്ച് 7ാം ക്ലാസ്സിലോട്ടായിട്ടുണ്ട്. അവരാണ് എന്നെ കാണാൻ വേണ്ടി വരുന്നതെന്ന് പറഞ്ഞു. ഇന്നലെ വൈകുന്നേരമാണ് അവരെന്നെ വിളിച്ചറിയിച്ചത്. ടീച്ചർ വീട്ടിൽ ഉണ്ടോ, ഞങ്ങൾ വരട്ടെ. അപ്പം ഞാൻ ഓക്കെ വന്നോളാൻ പറഞ്ഞു. അപ്പോൾ ആ 3 കുട്ടികൾ അവർ വന്നതാണ്. അവർ പാരൻസാണ് കൊണ്ടുവിട്ടത്. അപ്പം ഞാനിത് ചിക്കൻ കറി ഇതിൻ്റെ ഇടയിൽ പെപ്പർ ചിക്കനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം കുരുമുളക് ഞാൻ വെള്ളത്തിൽ ഇട്ട് ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സവാള എല്ലാം നന്നായിട്ട് വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ റെസിപ്പീസ് ഒന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ സ്കൂൾ ലൈഫിൽ എല്ലാവർക്കും, പ്രത്യേകിച്ച് ടീച്ചേഴ്സിന് ഉള്ളതാണ്, നമ്മളെല്ലാ കുട്ടികളെയും ആവശ്യത്തിന് നന്നായിട്ട് പഠിപ്പിക്കുകയും എല്ലാവരോടും നല്ലോണം ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുകയൊക്കെ ചെയ്യും. അല്ലേ? നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമാണ്. എന്നാലും ഈ ചില കുട്ടികളൊക്കെ ഉണ്ട്, നമ്മൾ ഓരോ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് അവർ വിളിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ, ഞാനിപ്പോൾ ഏകദേശം ഒരു 10 വർഷമായി ടീച്ചിങ് ഫീൽഡിൽ തുടങ്ങിയിട്ട്. സ്നേഹമുള്ള ഒത്തിരി കുട്ടികളുണ്ട്, പുറത്ത് പോകുമ്പോൾ അവർ വന്ന് മിണ്ടുകയും ഒക്കെ ചെയ്യും. പക്ഷേ ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിലോട്ട് ഞങ്ങൾ വരട്ടെ ടീച്ചറെ എന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച് അവർ ഡേറ്റ് കൺഫേം ചെയ്ത് ഞാനുണ്ടോ. ഓൾറെഡി ഇന്നലെ അല്ല, ഒരു 2 ആഴ്ച മുന്നേ അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ സമയത്ത് ട്രിവാൻഡ്രത്തായതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല. പക്ഷേ ആ കുട്ടികൾ പിന്നെയും വിളിച്ചായിരുന്നു. ഞാൻ ഉള്ളൊരു ദിവസം പറഞ്ഞപ്പോൾ അവർ ഓക്കെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ സന്തോഷത്തോടെ വന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഈ പണിയെല്ലാം ചെയ്ത് തീർക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ അവർ വരുമ്പോൾ എനിക്ക് അവരോട് ഫ്രീ ആയിട്ടൊന്ന് സംസാരിക്കുകയും ചെയ്യാമല്ലോ. പെട്ടെന്ന് പണിയെല്ലാം തീർത്ത് കഴിഞ്ഞാൽ എനിക്ക് അവരോട് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും വെക്കേഷനൊക്കെ എന്തൊക്കെ പ്ലാനിങ് ആണെന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ജോലികളെല്ലാം തീർക്കാമെന്നാണ് വിചാരിക്കുന്നത്. വലിയ മെനു ഒന്നുമില്ല. എനിക്ക് 2-3 പേര് ചോദിച്ചാൽ ഞാൻ വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കുക്കിങ്ങിൻ്റെ ഇടുന്ന കണ്ട് എനിക്ക് കുക്കിങ്ങിൽ അങ്ങനെ വലിയ ക്രേസൊന്നുമില്ല. എന്നാലും കഴിക്കാൻ വേണ്ടി കുറച്ച് ആഹാരങ്ങൾ ഉണ്ടാക്കാൻ അത്യാവശ്യത്തിന് നല്ല ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ ഞാൻ ഇന്നത്തെ മെനു എന്ന് പറയുന്നത് പെപ്പർ ചിക്കൻ, ശകലം ഗ്രേവി ഇട്ട്, പിന്നെ ഫ്രൈ ചെയ്യുന്നുണ്ട്. ചിക്കൻ കുറച്ച് ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുണ്ട്. പിന്നെ മോര് കറി, പിന്നെ തോരൻ, അങ്ങനെ പിന്നെ അച്ചാർ, ചമ്മന്തിപ്പൊടി, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ പെട്ടെന്ന് എല്ലാ പണിയും ഒന്ന് പെട്ടെന്ന് സ്പീഡ് ചെയ്ത് തീർക്കാൻ. പിന്നെ കൂടെ എൻ്റെ കൂട്ടത്തിൽ കപ്പയുണ്ട് കേട്ടോ. അപ്പോൾ ഈ മെനുവിൻ്റെ ഇടയ്ക്ക് ഞാൻ സ്കൂളിലെ കാര്യങ്ങളും പറയാം. ഇപ്പോൾ സ്കൂളിൽ അവർ ഈ വർഷം ഞാൻ പറഞ്ഞില്ലേ ജയിച്ച് 7ാം ക്ലാസ്സിലോട്ടായതാണ്, 7th സ്റ്റാൻഡേർഡിലോട്ടായതാണ്. എന്നാലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു അനുഭവമാണ് ഞാൻ പറഞ്ഞില്ലേ. നിങ്ങൾ ടീച്ചേഴ്സായിട്ടുള്ളവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ അവർക്ക് നല്ല സന്തോഷമൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതുപോലൊരു സന്തോഷവും എനിക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരിയൊക്കെ കഴുകി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഏകദേശം പെട്ടെന്ന് തിളയ്ക്കുമ്പോൾ അത് ഞാൻ മാറ്റി ചാക്സണിലോട്ട് വെക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് മോരുകറി ഉണ്ട്. മോരുകറി ഞാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ. മോരുകറി നിങ്ങളൊക്കെ എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ തൈരൊക്കെ മിക്സിയിലൊഴിച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ജീരകം എല്ലാം ഇട്ട് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കും, വിത്ത് കറിവേപ്പിലയും കൂടി ഇട്ട്. അത് നമ്മൾ കടുക് വറുത്തിട്ട് ഫ്രൈ പാനിലോട്ട് ഒഴിക്കുക. അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഞാൻ എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ തേങ്ങയൊന്നും അരയ്ക്കാറില്ല. ഇത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ അതിന് ശേഷം പിന്നെ മോരുകറിയൊക്കെ ആയപ്പോൾ ഞാനൊന്ന് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി എല്ലാം ഫ്രീസറിൽ നിന്ന് എല്ലാം എടുത്ത് വെച്ചാൽ അതെല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത് ഫ്രൈ പാനിലോട്ട് വെച്ചിട്ടുണ്ട്.
ഓക്കെ. അപ്പോഴേ ഇടയ്ക്ക് വെച്ച് അവരെൻ്റെ കോള് വന്നായിരുന്നു. ടീച്ചറെ അവർക്കൊന്ന് വഴി തിരിഞ്ഞത് മാറിപ്പോയി. അങ്ങനെ വിളിച്ചിട്ട് ഞാൻ പെട്ടെന്ന് വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പെട്ടെന്ന് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച ശേഷം കപ്പയൊക്കെ ഒന്ന് കഴുകി മാറ്റി വയ്ക്കാമെന്ന് വെച്ചു. അതും അടുപ്പത്ത് വെച്ചു. അപ്പോഴത്തേക്ക് അവരെത്തി കേട്ടോ. ഇതാണ് എൻ്റെ ഗസ്റ്റ് എന്ന് പറയുന്നത്. ആദ്യം വരുന്ന ആളുടെ പേര് അബിലാൽ, അഭിജിത്ത്, അയാൻ. അവർക്ക് ഞാൻ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി എല്ലാം ഒന്ന് സെർവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവർ നല്ല കുളിച്ച് വിയർത്തൊക്കെയാണ് വന്നത്. പിന്നെ അവർ കുറച്ച് നേരം കുട്ടികളോടൊക്കെ വർത്തമാനം പറഞ്ഞ് കുറച്ച് നേരം ക്യാരംസൊക്കെ കളിച്ചു. അതിനുശേഷം എനിക്ക് ഒരു 1:30 ആയപ്പോൾ ഞാനൊരു ഫുഡ് കഴിക്കാൻ വിളിച്ചു. എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പി കൊടുക്കാമെന്ന് വെച്ചാൽ എല്ലാവരും വന്നിരുന്നു. എൻ്റെ മക്കളും സഹായിക്കുന്നുണ്ട് കേട്ടോ, ഫുഡെല്ലാം എടുത്തുകൊണ്ട് വയ്ക്കാനും ഒക്കെ. അപ്പോൾ എല്ലാം ഞാൻ സെർവ് ചെയ്ത് കൊടുക്കട്ടെ. ചോറ് അവർ വലിയ ഫുഡ് കഴിപ്പുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നില്ല. ശകലം ചോറൊക്കെ വാങ്ങിച്ചുള്ളൂ. ഞാൻ കരുതി ഒരു ചിക്കനൊക്കെ നന്നായിട്ട് കഴിക്കുമെന്ന്. പക്ഷേ അവർക്ക് ചിക്കൻ കറിയോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അവർ പക്ഷേ ഫ്രൈ ഒക്കെ കഴിച്ചു. പിന്നെ കപ്പ ഒക്കെ കൊടുത്തു. എല്ലാം കഴിച്ചു. ഒരു വയറിനിറച്ച് എന്തായാലും ഫുഡെല്ലാം കഴിച്ചു. നല്ല സന്തോഷത്തോടു കൂടിയാണ് അവർ പോയത്. എന്തായാലും ഞാൻ എപ്പോഴും അത് ഒരു സർപ്രൈസായിട്ടിരിക്കുക. ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ സ്കൂളിലെ കുട്ടികൾ എൻ്റെ വീട്ടിൽ വരുന്നത്, അവർക്ക് സെർവ് ചെയ്യാനും ഒക്കെ എനിക്ക് പറ്റിയത്. പിന്നെ ഊണെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ അവർക്ക് ഇച്ചിരി ഐസ്ക്രീം വിത്ത് ഫ്രൂട്ട്സൊക്കെ ഇട്ടൊന്ന് കൊടുത്തായിരുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ പറഞ്ഞു. അതെല്ലാം കഴിച്ചവർ പിന്നെ മക്കളോടൊക്കെ ഇരുന്ന് പിന്നെയും കളിക്കുകയും പസിൽ കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇച്ചിരി നേരമൊക്കെ ഇരുന്നിട്ട് അവർ ടാറ്റ പറഞ്ഞ് എന്നോട് ബൈ ബൈ പറഞ്ഞു പോയി. ഓക്കെ ദെൻ ബൈ.